ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ഷാനവാസ, ആദില നൂറ ഇവരൊക്കെ തമ്മിലെ ചർച്ചയായിരുന്നു. അവർ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ചർച്ചയാണ്. ഷാനവാസ് ഇവരെ ശകാരിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ എന്തിനാണ് ആ ഒരു കേസിൽ ഇടപെടാതിരുന്നത്, ഇതെല്ലാവരുടെയും കാര്യമാണ്, നമ്മൾ ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ളവരെല്ലാവരും ഇടപെടേണ്ട ഒരു വിഷയമാണ്, എന്റെ മാത്രം പേഴ്സണൽ കാര്യമാണെങ്കിൽ എനിക്ക് സംസാരിക്കാം, നിങ്ങൾ ഇടപെടരുതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് ഈ ഹൗസ് മേറ്റ്സിനെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾ ഇടപെടാത്തതിനെ ഞാൻ ശകാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ ശകാരിക്കുന്നുണ്ട്. പിന്നെ ആകുന്നത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അക്ബറിനെയും ആര്യനെയും ജയിലിലേക്ക് വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിൽ നോമിനേഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ള ആളുകളെ തന്നെ വിടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ടാസ്ക് ബേസിസിൽ എനിക്ക് പോകും തോന്നുന്നില്ല, അക്ബറും ആര്യനും പോകും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ടാസ്ക് ബേസിസ് ഒന്നും അല്ല, അത്രയും ഉടായ്പ ഇവിടെ കാണിച്ചിട്ട് ആര്യനൊക്കെ ജയിലിൽ പോകാൻ നിന്നില്ലേ, ജയിലിലേക്ക് വിടണം എന്ന് തന്നെ പറയുന്നുണ്ട്. ആദിലയും പറയുന്നുണ്ട് ജയിലിലേക്ക് വിടണം വെക്കാം, ജയിലിലേക്ക് വിട്ടിരിക്കും വെക്കാം എന്നുള്ള രീതിയിൽ ആദില പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവര് തമ്മിൽ നടക്കുന്ന ചർച്ചകൾ കേട്ടോ. പിന്നെ ഷാനവാസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു വിഷയം ആ ഒരു സ്ക്രാച്ച് കാർഡിന്റെ കേസാണ്. ആര്യൻ അത് ഉടായ്പ കാണിച്ചതാണെന്ന് പ്രേക്ഷകരും ഷാനവാസ് ഒരേപോലെ തന്നെ പറഞ്ഞു. ഷാനവാസിന് കറക്റ്റ് ആയിട്ട് അറിയാം എന്തൊക്കെ വെളിയിലേക്ക് പോകുന്നുണ്ട്, എന്തൊക്കെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങള് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് ഷാനവാസ് ഇതൊക്കെ വെച്ചിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നല്ലപോലെ. സത്യം പറഞ്ഞാൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, ഈ ഫുഡ് ഒരു കറി മാത്രം കൊടുക്കുന്ന ഈ ഒരു കേസ്, രാവിലെ അനീഷ് തുടങ്ങിയതാണ്. ഈ ക്യാപ്റ്റൻസിന്റെ നേരെ ഈ ഒരു ഗെയിം തുടങ്ങിയത് അനീഷാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസ് ഏറ്റി പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. അനീഷാണ് രാവിലെ പറഞ്ഞത് ഇവര് ഡ്യൂട്ടീസ് നേരെ ചുമ ചെയ്തില്ല ഇന്നലെ. അപ്പൊ അവിടുന്നാണ് ഈ ഒരു പ്രശ്നം സത്യം പറഞ്ഞ തുടങ്ങിയത്. ഷാനവാസ് ഇത് ഏറ്റുപിടിച്ച് ഇത് ഫൈറ്റ് ആക്കി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ഫൈറ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. നെവിനുമായിട്ട് ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ്, അൺറിസോൾവ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം അതവിടെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അത് കൂടുതൽ സംസാരത്തിലേക്കൊക്കെ പോകാനും നമ്മൾ വമ്പൻ അടിയൊക്കെ കണ്ടാനെ, ഒരുപക്ഷെ ഫിസിക്കൽ രീതിയിലൊക്കെ പോയനെ. ആ ലെവലൊരു വമ്പൻ ഒരു സംഭവം കിടപ്പുണ്ട്, നെവിൻ ഷാനവാസ് സംഭവം കിടപ്പുണ്ട്. അതൊന്നും നമ്മൾ വരും ദിവസങ്ങൾ കാണുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാണുമായിരിക്കും എന്നും പ്രതീക്ഷിക്കാം. അപ്പൊ അതിപ്പോഴും അത് തീർന്നിട്ടില്ല, ആ ഒരു സംഭവം തീർന്നിട്ടില്ല. ഷാനവാസ് പോടിന്ന് വിളിച്ച ആ ഒരു സംഭവത്തിൽ തന്നെ കിടപ്പുണ്ട്, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ ഉണ്ട്, പോടി എന്ന് വിളിച്ച ആ ഒരു ഒറ്റ സാധനത്തിന്റെ അത് തന്നെ ഉണ്ടല്ല. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.